ഹലോ അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് ദുബായിലാണ്. ദുബായ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ എക്സ്പോ 2020 നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ 5 വർഷത്തിലും നടക്കുന്ന ഒരു എക്സിബിഷനാണിത്. ഇപ്രാവശ്യം അത് ദുബായിലാണ് നടന്നിട്ടുള്ളത്. 2020 നടക്കേണ്ടിയിരുന്ന ദുബായ് എക്സ്പോ കോവിഡ് കാരണം എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പം 2021 നടന്നുകൊണ്ടിരിക്കുന്നത്. 6 മാസമാണ് ഇതിൻ്റെ കാലാവധി. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം നമുക്കറിയുന്നുണ്ടാവും. എന്നാലും ഇതിൻ്റെ ടിക്കറ്റ് നിരക്കുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഡേ ടിക്കറ്റ് ഉണ്ട്, മന്ത്ലി ടിക്കറ്റ് ഉണ്ട്, 6 മന്ത് ടിക്കറ്റ് ഉണ്ട്. നമ്മൾ ഒരു 1 ഡേ ടിക്കറ്റ് എടുത്തിട്ടാണ് പോയിരുന്നത്. കാരണം നമ്മൾ സൗദി പോകുന്ന വഴി ദുബായിൽ 15 ദിവസം ക്വാറൻറ്റൈൻ ആയിരുന്നു. ആ ദിവസത്തിലൊരു ദിവസമാണ് നമ്മൾ എക്സ്പോ വിസിറ്റ് ചെയ്തത്. ഓരോ രാജ്യങ്ങളും അവരുടെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ എൻഹാൻസ് ചെയ്തിട്ടാണ് ഈ എക്സ്പോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. 200-ൽ കൂടുതൽ രാജ്യങ്ങൾ ഇപ്രാവശ്യം എക്സ്പോയിൽ പങ്കെടുത്തിട്ടുണ്ട്. ദുബായിൽ വെച്ച് നടന്നിട്ടുള്ള ഈ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 20 ദിർഹംസ് കൊടുത്താൽ ഒരു പാസ്പോർട്ട് കിട്ടും. ആ പാസ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗോൾഡൻ പാസ്പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ആ പാസ്പോർട്ടിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഓരോ പവലിയനും നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തരുന്നതായിരിക്കും. ഓരോ രാജ്യത്തിനും അവരുടേതായ ഓരോ പവലിയൻസ് ഉണ്ടാവും. അതിൽ അവരുടേതായ കൾച്ചറും ആർട്ടും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓരോരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ചെന്നത് സ്ലോവേനിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺട്രീൻ്റെ പവലിയനിലാണ്. അവിടെ എന്തൊക്കെയോ ഒരു മ്യൂസിക് പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം നമ്മൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് പോയത്. ആ സമയം മുതൽ നമ്മളൊരു 12 മണി വരെ അവിടെ നിന്നു. അത്രയും നേരം കൊണ്ട് നമ്മൾ 10 പവലിയനോളം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ദുബായ് എക്സ്പോ 2020 ഒരു സിമ്പൽ എന്നോളമാണ് ഈ ഒരു റോബോട്ടിനെ കാണുന്നത്. ആ റോബോട്ട് അവിടെ എല്ലാ സമയത്തും ഉണ്ടാവും. അങ്ങനത്തെ ഒരു 3-4 റോബോട്ടുകളുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും 1-2 ആയിട്ടുണ്ടാവും. ഇതിന് കൂടാതെ തന്നെ ഒരു സെക്യൂരിറ്റി റോബോട്ട് കൂടി ഉണ്ടാവും. നമ്മളെല്ലാവരും മാസ്ക് വെയർ ചെയ്തിട്ടാണോ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് കുറച്ചുകൂടി നേരത്തെ പോകായിരുന്നു എന്നാൽ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു. ഒരു 8 മണി മുതൽ അല്ലെങ്കിൽ രാവിലെ ഒരു 10 ടു രാത്രി 10 മണി വരെയാണ് ഒരുവിധം എല്ലാ പവലിയൻസും ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പവലിയൻസ് കാണാൻ പറ്റും. കുട്ടികൾക്കും 60 വയസ്സിൻ്റെ മുകളിലുള്ളവർക്കും സ്റ്റുഡൻസിനും ഇവിടെ പാസ് വേണ്ട, ഫ്രീ എൻട്രിയാണ്. അഡൾട്ട്സിന് മാത്രമാണ് പാസ് വേണ്ടത്. ടിക്കറ്റ് കൂടാതെ 12 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 72 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള ഒരു RT-PCR അല്ലെങ്കിൽ 2 ഡോസ് വാക്സിൻ അടിച്ചതിൻ്റെ QR കോഡോട് കൂടിയ സർട്ടിഫിക്കറ്റോ കയ്യിൽ വെക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ അവർ എൻട്രൻസിൽ നിന്ന് അത് കയറ്റുള്ളൂ.
So thank you for watching the video. Have a nice day and God bless you.